Good morning to all. Dear students, ഇന്നലെ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ആദ്യ ദിവസം ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് എന്നുള്ള വിഷയത്തിൽ നിങ്ങളൊരു ക്ലാസ് കേട്ടിരുന്നു. എങ്ങനെയാണ് നമ്മുടെ പഠന മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു വിഷൻ സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്ന് വിശ്വഭാഷയായിട്ടുള്ള ഇംഗ്ലീഷിനെ എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാമെന്നും അതിനെ നമ്മുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായിട്ട് ആണ് നമുക്കിടെ ഒപ്പം ഉണ്ണികൃഷ്ണൻ സാറ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം വടക്കാഞ്ചേരി വ്യാസ NSS കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനാണ്. സ്വദേശത്തും വിദേശത്തുമായിട്ട് ഒരുപാട് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അദ്ദേഹമാണ് ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ സ്റ്റീരിയോ ഓഫ് ചെയ്ത് വീഡിയോ ഓഫ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, അദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾ റെസ്പോൺസ് ഒക്കെ ചാറ്റ് ബോക്സിൽ മാത്രം രേഖപ്പെടുത്തുക. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ സാറിന് സ്വാഗതം ആശംസിക്കാനായിട്ട് കോളേജിൻ്റെ IQAC കോർഡിനേറ്റർ ആയിട്ടുള്ള സിന്ധു ടീച്ചറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, നെസി ടീച്ചർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി റിസോഴ്സ് പേഴ്സൺ ഉണ്ണികൃഷ്ണൻ സാർ, നമ്മളുടെ ഈ സെഷനിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. ഒന്നാം സെമസ്റ്റർ ഡിഗ്രി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഓറിയന്റേഷനിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഉണ്ണികൃഷ്ണൻ സാറിനെയാണ്. ഇംഗ്ലീഷ് ഭാഷ നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. എല്ലാ ഭാഷകളും നമുക്ക് വിവിധ അവസരങ്ങൾ തുറന്നു തരുന്നുണ്ട്. പക്ഷേ ഭാഷയെക്കുറിച്ച് കൂടുതൽ കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് പലപ്പോഴും കുറവാണ്. അതുകൊണ്ട് തന്നെ ഭാഷയെക്കുറിച്ചും അതിൻ്റെ അവസരങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ മികവ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അവസരം നമ്മുടെ കുട്ടികൾ പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെ വിചാരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഉണ്ണികൃഷ്ണൻ സാറിനെ കോളേജിലെ IQACക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അധ്യാപകരെയും പ്രിൻസിപ്പാളിനെയും വിദ്യാർത്ഥികളെയും മറ്റു സുഹൃത്തുക്കളെയും ഞാൻ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യുകയും പ്രസന്റ് ഇതെല്ലാം ഓഫ് ചെയ്യേണ്ടതുമാണ്. ആരൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട് അത് മാറ്റുക. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഉണ്ണികൃഷ്ണൻ സാറിനെ ക്ലാസ്സിനായി ക്ഷണിക്കാം. സാർ, ക്ലാസ് തുടങ്ങാം. താങ്ക് യു. ഓക്കെ ടീച്ചർ. ഞാൻ പറയുന്നത് കേൾക്കാന്ന് വിചാരിക്കുന്നു. കാണാം. ഓക്കെ. ബഹുമാന്യരായ പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട രവിമാഷ്, സിന്ധു ടീച്ചർ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുല്ലൂറ്റ് കോളേജിലെ IQAC ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് ഭാഷ അതുമായി ബന്ധപ്പെട്ട ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തുന്നു എന്നതിൽ തന്നെ വലിയ സന്തോഷം. പുതുതായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തു വരുന്നത്. മുൻപ് ഒന്നാം വർഷം വരുന്ന കുട്ടികൾ ഇംഗ്ലീഷ് അവരുടെ ക്ലാസ്സുകളിൽ പഠിച്ച് തുടങ്ങും. ഇംഗ്ലീഷ് എടുക്കുന്ന അധ്യാപകർ വന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തുടങ്ങും.
അതിൽ കുഴപ്പമൊന്നുമില്ല, അത് തന്നെ ധാരാളമാണ്. പക്ഷെ അതിന്റെ മുൻപ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ച് വേറൊരു തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാനോ അറിയാനോ ഒക്കെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും എന്നതാണ് ഇത്തരത്തിലുള്ള പരിപാടികളുടെ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട പേർപ്പസ് എന്ന് പറയുന്നത്. ഇന്നലെയും ക്ലാസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ ഹോപ്പ് മലയാളവും ഇംഗ്ലീഷും രണ്ടും ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുക. ഓക്കെ, പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിലൊന്നും അല്ല പറയാൻ പോകുന്നത്. അങ്ങനെ മതിയാവില്ലോ അല്ലേ? I think that's fine. And people used to say that the shortest word that we can make in the English language, using all the letters from A to F, A, B, C, D, E, F, is എളുപ്പത്തിൽ നമുക്ക് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ വാക്ക് ഇംഗ്ലീഷിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയാവുന്നതാണ്. ഇറ്റ് ഈസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്ന വാക്കാണ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ വാക്കിൽ ഈ എല്ലാ അക്ഷരങ്ങളും ഉണ്ടാവും. Feedback is very important. I too love to listen to radio programs like music or something. But I never would like a class to be a radio program. റേഡിയോ പരിപാടി പോലെ ക്ലാസ് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. Okay, so I want you to participate. Of course, as part of the general instructions, it was said that you shouldn't switch on the mic or video. Of course, that's general. But whenever there is a question, please unmute your audio. Or when you feel like saying something, please do that. Okay? Just interrupt and do that. Okay? Otherwise, it will become a radio program. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. റേഡിയോ പരിപാടിയായിട്ട് മാറും. ക്ലാസ് റേഡിയോ ആയാൽ അത്രത്തോളം ബോറായിട്ടുള്ള വേറൊരു ഏർപ്പാടില്ല. ഓക്കെ ഓക്കെ അതിന് മുൻപ് ഒരു കാര്യം ചോദിക്കണം തന്നെയാണ് വിചാരിക്കുന്നത് ഞാൻ ആദ്യം. ഇപ്പൊ എല്ലാവരും സ്കൂളിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഇത്രയും വർഷം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പം കോളേജിലും ഇംഗ്ലീഷ് പഠിക്കും. We know that some of us may like it, some of us may not like it. Okay, we may still think that okay, again why there is English? ഇത്രയും കാലം പഠിച്ചല്ലേ ഇനി എന്തിനാ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കും. Because we know how to use English, we know how to read and write English. Then quite naturally we'll think that okay, why again there is the first and second year, first semester, second semester, and in the first 4 semester except BCom there is again English classes. Okay, and but as it is part of the program, we learn it. Degree ചെയ്യണമെങ്കിൽ ഇതൊക്കെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങ് പഠിക്കും. Okay, there is a reason why, there are reasons why actually all these things are included. Okay, അതൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. Let me ask you a question. അത് കൂടാതെ what do you think? Okay, അതിന് മുൻപ് ഞാനൊരു സെന്റൻസ് പറയാണ്. തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തണം. English is the biggest language in the world in terms of its number of speakers. ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ ഇംഗ്ലീഷാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ആദിത്യ കേസി, അങ്ങനെ ഞാൻ പറഞ്ഞാൽ ആദിത്യ എന്ത് പറയും? നോ എന്ന് പറയും സാർ. നോ എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് എന്താണ്, ചൈനയിലാണ് പോപ്പുലേഷൻ കൂടുതൽ, അപ്പൊ അവിടെ ആയിരിക്കും ആൾക്കാർ സ്പീക്ക് ഔട്ട് ചെയ്യുന്ന ലാംഗ്വേജ് കൂടുതൽ.
ഓക്കെ ഓക്കെ ഓക്കെ. ചൈനയിലാണ് കൂടുതൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള നാട് ചൈനയാണ്. അവിടുത്തെ ഭാഷ ഇംഗ്ലീഷ് അല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ എന്തായാലും ഇംഗ്ലീഷ് അല്ല. വിച്ച് ഈസ് റൈറ്റ്. ആദിത്യ പറഞ്ഞതാണ് ശരി. ആൻഡ് ദ ലാംഗ്വേജ് ഈസ് ചൈനീസ് മെൻഡാരിൻ, അല്ലെ? മെൻഡാരിൻ എന്ന് പറയുന്ന ചൈനീസ് ഭാഷയുടെ മെൻഡാരിൻ എന്ന് പറയുന്ന വേർഷനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുക. ചൈനീസ് ഭാഷ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഭാഷ ഇല്ലാത്തതുകൊണ്ടാണ് മെൻഡാരിൻ എന്ന് പറയുന്നത്. അതിന്റെ പലതരത്തിലുള്ള വകഭേദങ്ങളുള്ളതുകൊണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ലോകത്തെ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കാത്ത ഭാഷയാണോ? യെസ്, അൻസിയ പറഞ്ഞ പോലെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്ലോബൽ ലാംഗ്വേജ്. ലോകത്തിലെ ഏറ്റവും വലിയ രവിഭാഷയാണെന്ന് തോന്നുന്നില്ല, വിശ്വഭാഷ എന്ന് പറഞ്ഞ മനോഹരമായ പ്രയോഗം. അത്തരത്തിലുള്ള ഒരു ഭാഷയാണ് ചൈനീസ് മെൻഡാരിൻ. ഒരുപാട് ആൾക്കാർ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഭാഷയാണെങ്കിലും ചൈനീസ് മെൻഡാരിൻ ആഗോളതലത്തിൽ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു ഭാഷയല്ല. ഓക്കെ, സോ number of speakers, of course it is Chinese Mandarin, but in terms of the number of speakers across the globe, ലോകത്തിന്റെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ആളുകൾ ഒരു പരിധിവരെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്ന നിലയ്ക്ക് ഇംഗ്ലീഷ് appears to be one of the important global languages. That doesn't mean that you can speak English wherever you go. Okay, of course, അതിന്റെ കണക്കൊക്കെ ഉണ്ടാകും പറയുന്നില്ല. English is the official language of almost some 57 countries. And there are people who say that it is 60. Around 80 to 90 countries it is a second official language and like that. Okay, ഇതൊക്കെ ഉണ്ട്. ഈ പ്രത്യേകതകളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. Then അതൊക്കെ അവിടെ നിന്നോട്ടെ. ഇഫ് ഐ ആസ് ഫാസിലയുടെ അടുത്ത് ഞാൻ ചോദിക്കാണ്, ഫാസില എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫാസിലയുടെ ആൻസർ എന്തായിരിക്കും? ഫാസില, ഇഫ് യു ക്യാൻ ഹിയർ മീ. ഫാസില എന്താ പറയാ? കേൾക്കാവോ ഫാസില? ഓക്കെ, വെൽക്കം ടു ഫാസില. അൻസിയ എന്ത് പറയും? അൻസി എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ? To communicate with people all around the world. Even if we go anywhere in this world, so will be easier for me to communicate with people. Okay, very good answer. To communicate with the people all around the world. Okay, if you are going to other places, and Ansia thinks that if she knows English, she can communicate with people. Okay, so communication is very important. So English helps in that. Ansia thinks so. So നല്ലൊരു കാര്യമാണ്, ശരിയാണ് പറഞ്ഞത്. Okay, കല്യാണി KS, what do you think? കല്യാണിയുടെ അഭിപ്രായം എന്താണ്? ലോകത്തുള്ളവരോട് നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോ സംസാരിക്കാനാണെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചും കൂടി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. അപ്പൊ കല്യാണി അങ്ങനെ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്? അങ്ങനെ കേരളത്തിലും കൊടുങ്ങല്ലൂരും ആയിട്ട് അങ്ങനെ നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും പുറത്തേക്കൊക്കെ പോവേണ്ടി വരും. അപ്പൊ ആളുകളെടുത്ത് സംസാരിക്കാൻ യു നീഡ് എ ലാംഗ്വേജ്. ഓക്കെ, വെരി ഗുഡ്. അത് നല്ലൊരു സംഗതിയാണ് കല്യാണി പറഞ്ഞത്. ഗുഡ്. സഫ്വാൻ, മുഹമ്മദ് സഫ്വാൻ, വാട്ട് ഡു യു തിങ്ക്? സഫ്വാൻ എന്തിനാ? പറഞ്ഞോളൂ സഫ്വാൻ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്? നമ്മുടെ ഈ ജോലി സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഔദ്യോഗികമായ പല ഇടങ്ങളിലും ഇംഗ്ലീഷാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. ഓക്കെ, വെരി ഗുഡ്. അതിന്റെ ഞാൻ രണ്ട് പാർട്ടാണ് അതിന്റെ. ഒന്ന്, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ. സഫ്വാൻ ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? പഠിക്കുന്ന അല്ലാതെ? ഇല്ല, പല പഠിക്കുന്നുണ്ട്, പത്തായിമേട്ടം ജോലി ചെയ്യുന്നത്. അപ്പൊ Safwan thinks that when you get a job in the future, or when you try to get a job in the future, English may help you. അല്ലേ? അതല്ലേ സഫ്വാൻ ഒരു ഐഡിയ? ഇംഗ്ലീഷ് സഹായിക്കാൻ സാധ്യത. ഓക്കെ, ഗുഡ്.
പിന്നെ രണ്ടാമത് പറഞ്ഞത് ഔദ്യോഗികമായ ഇടങ്ങളിലെല്ലാം. സഫാൻ, അത് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് ഇപ്പോൾ ഒരു ഓഫീസിലുള്ള ഒരു മെയിൽ അയക്കുമ്പോഴും അതുപോലെ തന്നെ ഫയലുകളെല്ലാം ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. അതെ അതെ അതെ. ഇപ്പൊ നമ്മളൊരു മെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിലേക്ക് ഇല്ല എന്തെങ്കിലും തരത്തിലൊരു ജോലിക്ക് അപേക്ഷ അയക്കുന്നു, മോസ്റ്റ് ഓഫൻ ഇതിവിടെയൊക്കെ നമ്മൾ ഇംഗ്ലീഷാണ് ഉപയോഗിക്കാൻ സാധ്യത. ഓക്കെ, അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് സഫാൻ വിചാരിക്കുന്നത്. ഗുഡ്, വെരി ഗുഡ്. നേഹ മറിയ, നേഹയുടെ അഭിപ്രായം എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നേഹയും പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പുല്ലൂറ്റ് കോളേജിൽ പിള്ളേരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ കേരളത്തിലൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. വെരി ഗുഡ്. ഓക്കെ, നേഹയും പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് അല്ലേ? ഇറ്റ്സ് വെരി ഗുഡ്. നോ, ക്വൈറ്റ് നാച്ചുറൽ. വി നോ ദാറ്റ് വി ഡോണ്ട് നോ വേർ വി വിൽ എൻഡ് അപ്പ്. അല്ലേ, നമ്മളൊന്നൊക്കെ എവിടെയാണ് പോയി അവസാനം എത്തിച്ചേരുക എന്നൊന്നും നമുക്കറിയില്ല. സോ അതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള. ഓക്കെ, ഗുഡ് നേഹ. ഓക്കെ, ദെൻ ഷഹാന. കെ ഷഹാന. Yes, sir. ഷഹാന, what do you think? ഞാനും ഇങ്ങനെ തന്നെ ട്രാവൽ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊരു ആവശ്യത്തിനും ജോലികളായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ഫയൽസ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങൾ എല്ലാം ഒരുവിധം എവിടെ പഠിക്കാന്നെങ്കിൽ അതൊരു ഇംഗ്ലീഷിൽ മാത്രമാണ് കൂടുതലും കാണുന്നത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് കൂടുതൽ പ്രിപ്പയർഡ് ആയിരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും, മനസ്സിലാകാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, രണ്ടുമൂന്ന് കാര്യങ്ങളാണ് ഷഹാന പറഞ്ഞത്. ഒന്ന്, വുഡ് ലൈക്ക് ടു ട്രാവൽ. അപ്പൊ യാത്ര ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന സമയത്ത് സംബഡി ഹു വുഡ് ലൈക്ക് ടു ട്രാവൽ, യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് വിൽ ഹെൽപ്പ്. ആൻഡ് ദെൻ വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡീസ്, ഈവൻ ഇപ്പം പഠനത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ദ ബുക്സ് ആൻഡ് ഓൾ ദ കൈൻഡ് ഓഫ് തിങ്സ് യു ഫൈൻഡ് ഓൾ ഓഫ് ദം ആർ ഇൻ ഇംഗ്ലീഷ്. അതൊക്കെ ഇംഗ്ലീഷിലാണ് കാണുന്നത്. അപ്പൊ എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് ഒരാവശ്യമായിട്ട് തോന്നുന്നു. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അത് സഹായിക്കും എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ് ഷഹാന. ഓക്കെ, സ്നേഹലക്ഷ്മി KG. ഹലോ സാർ. പറയൂ സ്നേഹലക്ഷ്മി. ഇംഗ്ലീഷ് പഠിക്കണോണ്ട് കമ്മ്യൂണിക്കേഷൻ തന്നെ മെയിനായിട്ട്. മലയാളികളല്ലാത്ത ഒരാളുടെ അടുത്ത് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണതായിരിക്കും. ഓക്കെ ഓക്കെ, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അല്ലാതെ വേറെ എന്തെങ്കിലും? കമ്മ്യൂണിക്കേഷൻ അല്ലാതെ പറഞ്ഞോളെ നമുക്ക് കോൺഫിഡൻസ് എന്തെങ്കിലും ഇപ്പൊ മുതിർന്ന വലിയ ഇത്തിരി പൊസിഷനിലുള്ള ആൾക്കാരോടൊക്കെ നമുക്ക് സംസാരിക്കുമ്പോൾ ഇത്തിരി കോൺഫിഡൻസോട് കൂടെ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ സ്നേഹലക്ഷ്മി ഒരു അത്യാവശ്യത്തിന് പിന്നെ സ്നേഹലക്ഷ്മിക്ക് ഇപ്പൊ ഞാൻ താമസിക്കുന്ന എന്റെ നാടായി ഇപ്പൊ ഞാൻ ഇവിടെ പാലക്കാട് വരേണ്ടി വന്നു. അപ്പോൾ ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് പുല്ലൂറ്റ് കോളേജ് എന്നുള്ള എന്തോ ഒരു സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. അതിന്റെ ഭാഗമായിട്ട് യു വർ വിസിറ്റിംഗ് പാലക്കാട് കലക്ടർ. അപ്പോൾ പാലക്കാട് കലക്ടറുടെ ഓഫീസ് നിങ്ങൾ സന്ദർശിക്കുകയാണ്. ഒരു ഗ്രൂപ്പ്, ഒരു 10 കുട്ടികൾ വന്നിരിക്കുന്നു. അപ്പോൾ സ്നേഹലക്ഷ്മിയാണ് അതിന്റെ ലീഡർ. യു വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പാലക്കാട് കലക്ടർ. മൃണ്മയി ജോഷി എന്നാണ് അവരുടെ പേര്. സോ സ്നേഹലക്ഷ്മി ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഗുഡ്, അല്ലേ? അത് വളരെ പല കാര്യങ്ങളുണ്ട്. അത് സ്നേഹലക്ഷ്മിക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അത് വളരെ കോൺഫിഡൻസ് നൽകും. Then second one, it will give a very good impression, okay? Yes. And it will be quite easy for you to communicate. ഇപ്പോൾ മൃണ്മയി ജോഷിക്ക് ഒരു പക്ഷെ അവര് മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്നാൽ പോലും നമുക്കത് അവർക്കും കൂടെ വളരെ കൺവീനിയന്റ് ആയ ഒരു ഭാഷയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ക്വൈറ്റ് ഗുഡ്. ഓക്കെ, ഒരു നല്ല കാര്യം. വെരി ഗുഡ് സ്നേഹലക്ഷ്മി. ഓക്കെ, I'll ask one more person and then you are eligible. Tirtha, I think I can. Tirtha, I or LK. Tirtha, can you hear me? Okay,
നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരാളോട് ചോദിച്ചയാൾ കേൾക്കാൻ വേണ്ടി പറ്റിയില്ല. ഓക്കെ. ഐഷ തെസ്നി. ഐഷ, can you hear me? ഞാൻ പറയുന്നത് കേൾക്കാവോ ഐഷ? ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, നൗ are there anyone who thinks that there is no need to study English language? ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയും വിചാരിക്കാലോ. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിച്ചോളണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ശരിയാ, നമ്മൾ പരീക്ഷ പാസ്സാവാനൊക്കെ വേണ്ടി വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്, വിൽ പാസ് എക്സാം, ബട്ട് ആക്ച്വലി അവർ റിയൽ ഒപ്പീനിയൻ ഈസ് ദാറ്റ് നോ, യു ഡോണ്ട് ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അങ്ങനെ അഭിപ്രായമുള്ളവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഭിപ്രായം പറയാം കേട്ടോ, ബിക്കോസ് ഇറ്റ്സ് അഗൈൻ എ വെരി ഇമ്പോർട്ടന്റ് ഒപ്പീനിയൻ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈസ് ദർ എനിവൺ? ഓക്കെ, അപ്പൊ തൽക്കാലത്ത് ഈ പറയാത്തത് കൊണ്ട് ഇല്ല എന്ന് വിചാരിക്കും. ഓക്കെ, നൗ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനൊരു വളരെ മീനിങ്ലെസ് എന്ന് തോന്നാവുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്? അതാണ് നമ്മളത് വളരെ മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്ര നേരം ഇംഗ്ലീഷിനെ കുറിച്ചാണ് പറഞ്ഞത്, എന്നിട്ട് ഇപ്പൊ അവസാനികൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്? Can somebody give me an answer for that also? അതിനും കൂടി ഒരു ഉത്തരം ആരെങ്കിലും ഒന്ന് പറയുമോ? ഇപ്പൊ ഞാൻ അഭിഷേകിനോട് ചോദിച്ചാൽ, അഭിഷേക് വെറുതെ ഒരാൾ ചോദിക്കാണ് വാട്ട് ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ അഭിഷേക് എന്താ ആൻസർ പറയാ? A to Z വരെയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് ആൻസർ. ഓക്കെ, A to Z വരെയുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ്, ഒരു ഭാഷ അല്ലെ? അഭിഷേക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി പറഞ്ഞാൽ ഇറ്റ്സ് എ ലാംഗ്വേജ്. വെരി ഗുഡ്. അതല്ലാതെ വേറെ എന്താണല്ലേ? എന്തിനിപ്പോ നമ്മൾ ചോദിക്കുന്നേ? അർജുൻ അച്ചു എന്ന് പറയുന്ന ആള്. ഓക്കെ, അർജുൻ, ഇതിപ്പോ ഞാൻ ചോദിച്ചാൽ അർജുൻ എന്താ പറയാ? ഇംഗ്ലീഷിനെ കുറിച്ചല്ലേ? ലാംഗ്വേജ്. ഓക്കെ, ലാംഗ്വേജ്. വാട്ട് ഈസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്? ആൻഡ് യുവർ ആൻസർ ഈസ്? ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്. കൂടുതൽ പേർക്കും അറിയാവുന്ന ഒരു ലാംഗ്വേജും കൂടിയാണ് ഇംഗ്ലീഷ്. ഓക്കെ, കൂടുതൽ പേർക്കൊക്കെ അറിയാവുന്ന എ ഗ്ലോബൽ ലാംഗ്വേജ്. ഓക്കെ, വെരി ഗുഡ്. വിച്ച് ഇസ് റൈറ്റ്. ശരിക്കും ഒരാവശ്യമില്ല ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണ്ട, പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നി. ഓക്കെ, നൗ ഇനി അതവിടെ നിൽക്കട്ടെ. ലെറ്റ് മി ടെൽ യു സംതിങ് എൽസ്. ഓക്കെ, ഇമാജിൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഇലക്ഷനും ഒക്കെ കഴിഞ്ഞിട്ട് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ വന്നിട്ടിരിക്കുന്ന സമയമാണല്ലോ. Imagine there is a program arranged by a panchayat in your locality, and which is to what you can say, it's a kind of a congratulation ceremony. ഒരു എന്താണ് അനുമോദന സദസ്സായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ രണ്ട് പ്രധാന വ്യക്തികളെയാണ് അനുമോദിക്കുന്നത്. ഒന്ന് നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള 80 വയസ്സുള്ള ഒരു കർഷകൻ, a farmer who is 80 years old, who has been farming for the last more than 60 years. Okay, and who is not just only a farmer, who knows in very detail about what do you call മെഡിസിനൽ പ്ലാന്റ്സ്. അപ്പൊ ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെ കൃഷിക്കാരിൽ നിന്ന് ആൾ മാത്രമല്ല, ഔഷധ സസ്യങ്ങളെ കുറിച്ചൊക്കെ വളരെ അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം, ഒരു കർഷകൻ. ഓക്കെ, then you have a child who is just 9 years old, who had participated in a spelling bee competition which took place maybe on a global level and won the first prize. ഈ രണ്ടുപേരെയും ആദരിക്കുന്ന ചടങ്ങാണ്. ഓക്കെ, അപ്പോ രണ്ടുപേരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു.
and the panchayat president or minister or MLA, who all of those people are there. അപ്പോൾ ഇവർക്കുള്ള സമ്മാനങ്ങളെല്ലാം അനുമോദനങ്ങളെല്ലാം ആദരവെല്ലാം നൽകിയതിനു ശേഷം വി ഹാവ് ഇൻവൈറ്റഡ് ദം ഫോർ ടു ഗിവ് ദെയർ റെസ്പോൺസ്. അവരുടെ മറുപടി പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. ആൻഡ് ദ 80-year-old person, the farmer, came and he talks about his experience. അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചൊന്നും ശീലമല്ല. അദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് തന്നെയാണ് ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇംഗ്ലീഷിൽ അയാൾ മലയാളത്തിലാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് മക്കളെ ഞാൻ ഇങ്ങനെ ഒരു പിന്നെ പ്രസംഗിക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ആളുകളോട് ഒരുമിച്ച് സംസാരിക്കുന്നത്. അതിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ ആൻഡ് he had made certain observations about medicinal plants, അതിനെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം, കാര്യങ്ങളൊക്കെ പറയുന്നു. ഓക്കെ, കഴിഞ്ഞു. രണ്ടാമത് ഈ 9 വയസ്സുകാരിയായ കുട്ടി വരുന്നു. ഷീ ഓൾസോ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഇങ്ങനെയാണ് അവർ തുടങ്ങുന്നത്. എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കുട്ടി. അതിനുശേഷം she switched over to English and she was speaking, and when you were listening to that child who was speaking in English, you were mesmerized. It appeared to you that you were speaking maybe to the speech of Shashi Tharoor or somebody. ഏതാണ്ട് പോലെ ശശി തരൂരിന്റെ ഒക്കെ ഒരു പ്രസംഗം കേൾക്കുന്നത്. അങ്ങനെ തട്ടും തടവുമില്ലാത്ത നല്ല അസൽ ഒന്നാന്തരം റോയൽ ഇംഗ്ലീഷിൽ കുട്ടി ഒരു 10-20 മിനിറ്റ് പ്രസംഗിച്ചു. എൻറ്റയർ ഓഡിയൻസ് വാസ് മെസ്മറൈസ്ഡ്. എല്ലാവർക്കും ഭയങ്കര ഗംഭീര ഇംപ്രഷനായി. ഓക്കെ, നല്ല ഗംഭീര കയ്യടിയൊക്കെ കിട്ടി. യു വാസ് സോ ഹാപ്പി. ഓക്കെ, ദാറ്റ്സ് an incident. Is there anything else this incident shows? ഞാൻ ഈ പറഞ്ഞ കഥയിൽ നിന്ന് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമാണോ? Let's make it simple. ഇംഗ്ലീഷ് ഒരു ഭാഷയല്ലാതെ വേറെ എന്തെങ്കിലും കൂടിയാണോ? ഇംഗ്ലീഷ് അനഘയ്ക്ക് എന്താ തോന്നി ഞാൻ ഈ കഥ പറഞ്ഞ സമയത്ത്? അനഘ ആനയൊക്കെ ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നില്ല. അനഘ KS, അനഘ, can you hear me? Okay, അനഘ has ആർക്കെങ്കിലും വേറെ റെസ്പോണ്ട് ചെയ്യാവേ? ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ. അനുപമ KS, Anupama, if you can hear me. Okay. Okay. Someone else, where ആരെങ്കിലും would like to respond? Deependu KP. Yes, sir. ഓക്കെ, ദീപേന്ദു, ഞാൻ ഈ പറഞ്ഞ കഥയിൽ നിന്നല്ല, ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമാണോ? It's something which we all agree. English is a language. അല്ലെ? അതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം ഇംഗ്ലീഷ് വെറും ഒരു ഭാഷ മാത്രമായിട്ടാണോ നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? അതെ, ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ദീപേന്ദു ആലോചിച്ചോളൂ. വേറെ എന്തെങ്കിലും തോന്നിയാൽ പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ്. ലിംന ജോബി. ലിംന, can you hear me? Okay. മാളവിക, ഇരട്ട മാളവിക. So, if you have some response, meantime, ഞാൻ പറയുന്നതിന്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, നോ പ്രോബ്ലം.
ശരത്ത് പറയും. ശരത്ത് അത് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ ശരത്ത്. ഇറ്റ്സ് എ പവർഫുൾ ടൂൾ എന്നാണ് ശരത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ട് അതിനെ ഒരു പവർഫുൾ ടൂൾ എന്ന് പറയാൻ കാരണം? ഇംഗ്ലീഷ് വഴി നമ്മുടെ നോളേജ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഇംഗ്ലീഷിലെ പരിജ്ഞാനം തുറന്നാട്ടാൻ സാധിക്കും, കാണിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ ഇപ്പൊ ആ 80 വയസ്സുള്ള കർഷകൻ, അദ്ദേഹം മലയാളത്തിൽ അദ്ദേഹത്തിന്റെ അറിവൊക്കെ പറഞ്ഞു. അപ്പം മലയാളം അദ്ദേഹത്തിന് അതിന് സഹായിച്ചില്ലേ, അദ്ദേഹത്തിന്റെ അറിവ് പങ്കുവെക്കാൻ? അതെ സാർ, സഹായിച്ചു. പക്ഷെ അതിനേക്കാൾ ഇംപ്രസീവായിട്ട് നമുക്ക് തോന്നാനിടയുള്ള കാര്യം എന്താണ്? ആ 9 വയസ്സുള്ള കുട്ടിയുടെ ഇംഗ്ലീഷ് പ്രസംഗമാണ് അല്ലെ? ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും? Everyone thinks English is a powerful language. Okay. Very good. Okay. അതിനിടയിൽ 2-3 ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഇസ് വെരി ഗുഡ്. ഇംഗ്ലീഷ് മോട്ടിവേറ്റ് us to communicate more and inspires us. വെരി ഗുഡ്. ഓക്കെ, അശ്വതി പറയുന്നുണ്ട് വൈഡ്ലി യൂസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതിന് മുൻപ് വേറെ ആരോ എന്തോന്ന് പറഞ്ഞു. ഓക്കെ, so it's a powerful tool, widely used. Okay, very good. Which is all right. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് സംതിങ് വിച്ച് ഇതെനിക്കറിയില്ല. സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു ഇംഗ്ലീഷിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോയാൽ മതി. ഇംഗ്ലീഷ് അത് യഥാർത്ഥത്തിൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാതിരുന്നത്. ഇംഗ്ലീഷ് ഇന്റർനെറ്റിന്റെ ഭാഷയാണ്, ഇംഗ്ലീഷ് ലോകത്തേക്കുള്ള പാസ്പോർട്ടാണ്, ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്. വിച്ച് യു ഓൾ പീപ്പിൾ നോ, വിച്ച് ഐ ഓൾസോ നോ. ഓക്കെ, ഓഫ് കോഴ്സ് വിച്ച് ഐ ക്യാൻ ടെൽ, അത് നമുക്ക് പിന്നെ പറയാം. അതോടൊപ്പം നമ്മളൊരു ഭാഷ പഠിക്കുന്ന സമയത്ത് when we try to learn a language, we must try to know not just only the language, how to use that language and all, എങ്ങനെ ആ ഭാഷ ഉപയോഗിക്കാം, അത് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്നതോടൊപ്പം തന്നെ we must try to see how the language functions. എങ്ങനെയാണ് ആ ഭാഷ നമ്മളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ അതിനാണ് ഉദാഹരണം പറഞ്ഞത്. Where an 80-year-old person who has got 60 years of experience in farming, agriculture, and even in-depth knowledge about medicinal plants, maybe something is much more higher than the knowledge of a botanist. When he talks and conveys his ideas and observations and his experience in a language which is a regional language, we acknowledge that he is a person who has all these things, as we said, but shouldn't appear to be so impressive. പക്ഷെ ആ 80 വയസ്സുള്ള മനുഷ്യൻ, അദ്ദേഹം ആ കൂടെ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ 6ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ആ വയസ്സായ മനുഷ്യൻ, അദ്ദേഹം ഈ പറഞ്ഞത് മുഴുവൻ ഇംഗ്ലീഷിലായിരുന്നു പറഞ്ഞതെങ്കിൽ, അതിനുശേഷം സംസാരിച്ച 9 വയസ്സുകാരിയായ കുട്ടി സംസാരിച്ചതുപോലെ ഇംഗ്ലീഷിലാണ് സംസാരിച്ചതെങ്കിൽ അത്രത്തോളം അത് ഇംപ്രസീവ് ആയേനെ. ദിസ് ഷോസ് ദാറ്റ് ഇംഗ്ലീഷ് functions not just only as a language but also as a value system. ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമായിട്ടല്ല നമുക്കിടയിൽ പ്രവർത്തിക്കുന്നത്, ഇംഗ്ലീഷ് ഒരു മൂല്യബോധമായിട്ട് കൂടെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ഫങ്ഷൻസ് ആസ് എ വാല്യൂ സിസ്റ്റം, ഒരു മൂല്യബോധമാണ്. മറ്റേതൊരു ഭാഷയ്ക്കും കൽപ്പിക്കുന്നതിലധികം ഔന്നത്യം, കുലീനത, ഒരു പ്രത്യേക തരത്തിലുള്ള ഗാംഭീര്യം, അതിൻ്റെതായ ഒരു ഗരിമ, ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പൊതുവെ നമ്മൾ സങ്കല്പിക്കുകയോ വിചാരിക്കുകയോ ചെയ്യുന്നു. അത് ശരിയാണെന്ന് പൂർണ്ണമായിട്ട് അഭിപ്രായമുള്ള ആളല്ല ഞാൻ. ഇംഗ്ലീഷ് ഈസ് യെറ്റ് അനദർ ലാംഗ്വേജ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാരണങ്ങളെല്ലാം, ഈ മേന്മകളും മെച്ചങ്ങളും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ there are some other reasons. English is quite good a language, which is quite excellent a language, and at the same time is Urdu.
അതേപോലെ തന്നെയാണ്, അത്രത്തോളം തന്നെ ഗംഭീരമാണ് ഉറുദു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം തന്നെ ഗംഭീരമാണ് നമ്മുടെ തൊട്ടടുത്ത തമിഴ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം തന്നെ ഗംഭീരായ ഭാഷയാണ് ഇപ്പോ സ്വാഹിലി പോലെയുള്ള ഒരു ആഫ്രിക്കൻ ലാംഗ്വേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ഗംഭീരമായ ഭാഷയാണ് മണിപ്പൂരി ഭാഷ എന്നാണ്, അല്ലെങ്കിൽ ഭോജ്പൂരി എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഒരു ഭാഷ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ സവിശേഷമായ ഔന്നിത്യമുള്ള ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. English is a language which we need to learn, which we can master, which we can understand, which we try to read, write and everything. അതാണ് മാസ്റ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. But that doesn't make English in any way superior to any other language. മറ്റേതെങ്കിലും ഒരു ഭാഷയോക്കാൾ അത് ആ ഭാഷ എന്നുള്ള അർത്ഥത്തിൽ സുപ്പീരിയർ ആയി മാറുന്നില്ല. അതിന് ഗ്ലോബൽ ആക്സസ് ഉണ്ട്, അതിന് ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് അത് മാറിയിട്ടുണ്ട്. അതിനൊക്കെ കാരണമുണ്ട്. ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കുഞ്ഞു രാജ്യം, വളരെ വലുപ്പത്തിൽ ചെറിയ രാജ്യം, അതിന്റെ സൈനിക ശക്തി ഉപയോഗിച്ച് ദ കൈൻഡ് ഓഫ് കോൺകറിങ് ദാറ്റ്, ദ കൈൻഡ് ഓഫ് എംപയർ ദാറ്റ് ദേ ഹാവ് ബിൽറ്റ് അക്രോസ് ദ ഗ്ലോബ് മെയ്ഡ് ഇറ്റ്. അങ്ങനെ ഉള്ള ഒരു വലിയ സാമ്രാജ്യത്വത്തിന്റെ ഭാഷയായിരുന്നു സ്വാഹിലി എങ്കിൽ സ്വാഹിലി ആയേനെ നമ്മൾ സംസാരിക്കുന്ന ഏറ്റവും വലിയ ഭാഷ. ഒരു ചെറിയ ചരിത്രത്തിലെ ചെറിയ ഒന്ന് രണ്ട് ഗതിവിഗതികളാൽ മാറ്റപ്പെട്ടതാണ് ലോക സാമ്രാജ്യത്വത്തിന്റെ ചരിത്രത്തിൽ ഇംഗ്ലീഷിന് വന്നു ചേർന്ന വലിയ മേൽക്കോയ്മ. ആ മേൽക്കോയ്മയ്ക്ക് പകരം, ഇംഗ്ലീഷിന് പകരം ഫ്രഞ്ചുകാർക്കാണ് അത് ലഭിച്ചിരുന്നെങ്കിൽ ഫ്രഞ്ച് വുഡ് ഹാവ് ബീൻ ദി ഗ്ലോബൽ ലാംഗ്വേജ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഭാഷ പോലും ഒരു പക്ഷേ ഫ്രഞ്ച് ആയനെ. ഇന്ത്യയിൽ അതിനുള്ള വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. ഓക്കെ, സോ remember, we learn English language, we master English language, but we don't have to accept the value system. അതോടൊപ്പം ആ ഭാഷയോടൊപ്പം ആ ഭാഷ മുന്നോട്ട് വെക്കുന്ന മൂല്യബോധം കൂടെ, അത് മുന്നോട്ട് വെക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം സ്വീകരിക്കാം. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനാവശ്യമായ ഒരു മൂല്യബോധം അതോടുകൂടി വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞു വെച്ചിട്ടേ ഇംഗ്ലീഷിനെ കുറിച്ച് ബാക്കി പറയാവൂ എന്നാണ് ഞാൻ സാധാരണ കരുതുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. യു ക്യാൻ തിങ്ക് ദാറ്റ് ഇത് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാവുന്നതാണ്. വിച്ച് ഐ ആം ക്വൈറ്റ് ഓക്കെ ആൻഡ് റെഡി ടു എഗ്രി. ഓക്കെ, now if somebody asks you, if as I have asked some of you and as you people have given me the answer, the reasons why we should learn English language, and as I have mentioned, ശരിക്കും ഞാൻ ടൈറ്റിൽ പറയേണ്ടിയിരുന്നത് ഇംഗ്ലീഷ് ദ ലാംഗ്വേജ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുക. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് പറയുന്നതിന് പകരം ഇംഗ്ലീഷ് ദ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനൊരു കാരണമുണ്ട്, അത് നമുക്ക് പോകെ പറയാം. സോ ആസ് many people have said, English is a global language. അല്ലെ, ലോകത്തെ മിക്കവാറും ഏത് സ്ഥലത്തും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭാഷയാണ്. But there is a common misconception that many of us carry, that all the Europeans talk English. എല്ലാ യൂറോപ്യന്മാരും, മീൻസ് യൂറോപ്പ് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സായിപ്പന്മാരെല്ലാവരും യൂറോപ്പുകാരാണെന്നോ അല്ലെങ്കിൽ സായിപ്പന്മാരെല്ലാവരും വെസ്റ്റേൺ കൺട്രീസ് ആണെന്നോ ഒക്കെ കരുതുന്ന ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, ആ അർത്ഥത്തിൽ അങ്ങനെ കരുതുന്നതിലും ശരിയല്ല. But which is not right. If you come across a person from Germany, or if you come across a person from Spain or somebody from Portugal, they may speak French or Spanish, but they may not speak English. Okay, എല്ലാവരും യൂറോപ്യന്മാരൊന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. But there are some kind of similarities between their language, some kind only. Okay, so some of those expression we may use, they may understand. Okay, ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കുക പോലും ചെയ്യാത്ത ആളുകളെ വരെ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കണ്ടുമുട്ടാൻ വേണ്ടി പറ്റും. Okay, but if you travel to any of the states in India, even an average person whom you meet now, okay, at least we would say a person above 40 below 40 years, okay, can at least communicate in one or two sentences. At least തിരിച്ച് നമ്മൾ പറയുന്നതിന് പൂർണ്ണമായിട്ട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള, അപ്പൊ ഒരുപക്ഷെ യൂറോപ്യന്മാരെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന
ആൾക്കാർ നമ്മളാണ്, ഇന്ത്യക്കാരാണ്, സൗത്ത് ആഫ്രിക്കക്കാരാണ്, അങ്ങനെ മറ്റു പല ഭാഷയിലും മറ്റു പല രാജ്യങ്ങളിലും ഉള്ള ആൾക്കാരാണ്. അവരുടെ ഒന്നും മാതൃഭാഷ പക്ഷേ ഇംഗ്ലീഷ് അല്ല. ഓക്കെ, ഇംഗ്ലീഷ് എന്തിനാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞ ഉത്തരം ഒക്കെ ശരിയാവുന്നതോടൊപ്പം ഒരു പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ പറയാതിരുന്നതോ അല്ലെങ്കിൽ നമ്മളെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് നിർബന്ധിക്കുന്ന ആൾക്കാർ മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദാറ്റ് ഇംഗ്ലീഷ് ക്യാൻ ഹെൽപ്പ് യു ടു ഗെറ്റ് എ ജോബ്. ഇത് നിങ്ങൾ പല ആൾക്കാരും സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. ഇംഗ്ലീഷ് നമുക്കൊരു ജോലി കിട്ടുന്നതിൽ സഹായിക്കും. ഓക്കെ, വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റീസൺ why English is taught and why this much of an emphasis. ശരിക്കും ഇതില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ മാത്രമൊക്കെ ആയിരുന്നു എങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ നിർബന്ധിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ഇംഗ്ലീഷിന് ഇത്ര പ്രാധാന്യം നൽകുകയായിരുന്നില്ല. നമ്മളൊരു പക്ഷെ നൽകിയേക്കാം. മറ്റു രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാം, അവിടെയുള്ള ആൾക്കാരെ കാണാം, ടു മീറ്റ് ഓൾ ദോസ് പീപ്പിൾ, ടു ടോക്ക് വിത്ത് ഓൾ ദോസ് പീപ്പിൾ, കമ്മ്യൂണിക്കേറ്റ്, okay, travel to new places, in all those kind of things English will help us, we know that. But the reason for many of those people who are pressuring, giving pressure upon us, I mean our parents, our relatives, our friends sometimes, and maybe our teachers, is that English they think will help you to land in a good job, okay, which is to an extent is right. എന്നതിന്റെ അർത്ഥം ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും ഒരു നല്ല ജോലി ലഭിച്ചു കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ബട്ട് one thing is certain, English certainly will give you an entry into those places which is otherwise you don't have access. നമുക്ക് സാധാരണഗതിയിൽ പ്രവേശനമില്ലാത്ത പല സ്ഥലങ്ങളിലേക്കും നമുക്കൊരു ടോക്കൺ, ഒരു എൻട്രി പാസ് ആയിട്ട് ഇംഗ്ലീഷ് നമ്മളെ സഹായിക്കും. Okay, imagine that you got an opportunity to work in a firm, in a company in Russia, where it most probably it is your knowledge in English which helped you to read or find out an advertisement that appeared in a newspaper or that you come across in the internet to read and understand it. Okay, and to send an application for that job in English language, to send while they have sent you an email which is again in English and read to understand. അങ്ങനെ നിങ്ങൾക്ക് റഷ്യയിൽ ജോലി കിട്ടുന്നു and you entered that job, but gradually you will find that your knowledge of English is not one thing that is going to help you in successfully doing that job in Russia, but it is, if possible, if you try to learn your knowledge of Russian. ഓക്കെ, അപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടല്ല നിങ്ങൾക്ക് കിട്ടിയ റഷ്യൻ ജോലിയിൽ നിങ്ങൾ ഭാവിയിൽ ശോഭിക്കാൻ പോകുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ റഷ്യൻ പഠിച്ചിട്ടാവും, പക്ഷേ ദ പാത്ത് ടു ദാറ്റ് ജോബ്, ആ ജോലിയിലേക്കുള്ള വഴി നമുക്ക് വെട്ടിത്തരാൻ വേണ്ടി ഇംഗ്ലീഷിന് സാധിക്കും. ഓക്കെ, അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇൻ സച്ച് എ കോണ്ടെക്സ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ഇംഗ്ലീഷ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക്, അതുകൊണ്ടാണ് ഇംഗ്ലീഷിനെ പലപ്പോഴും ഒരു പാസ്പോർട്ടൊക്കെ ആയിട്ട് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാറുണ്ട്. ഇംഗ്ലീഷ് ഈസ് മോസ്റ്റ് ഓഫൻ കൺസിഡേർഡ് ആസ് എ കൈൻഡ് ഓഫ് എ ടോക്കൺ, എൻ എൻട്രി പാസ് ഇൻ ടു മെനി സച്ച് പ്ലേസസ് വിച്ച്. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇതേ ജോലി ഇപ്പോ സ്പെയിനിലുള്ള ഒരു ഗംഭീരമായ ഒരു ജോലി, അത് നമ്മൾ അതിന് ഫുള്ളി ക്വാളിഫൈഡ് ആണ്. പക്ഷെ ആ ജോലിയുടെ പരസ്യം ഒരു സ്പാനിഷ് ഫേം ഒരു ഇന്റർനെറ്റിലെ ഒരു സൈറ്റിൽ സ്പാനിഷ് ഭാഷയിലാണ് ഇട്ടതെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ പോലും സാധ്യതയില്ല. കാരണം വെച്ചാൽ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ കാണുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ഇന്റർനെറ്റ്. യഥാർത്ഥത്തിൽ ഞാൻ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടി അതാണ്. ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ കോണ്ടന്റ് of internet is written in English language. Okay, എല്ലാം ഇംഗ്ലീഷിലാണ് എന്നൊന്നുമല്ല. നിങ്ങൾ ലോകത്തിലൊക്കെ വളരെ പ്രശസ്തമായ വെബ്സൈറ്റുകളെല്ലാം സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ മേലെ ലാംഗ്വേജ് ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. യു ക്യാൻ ഐദർ യൂസ് ഇംഗ്ലീഷ് ഓർ യു ക്യാൻ യൂസ് സംടൈംസ് എസ്പെനോൾ എന്നൊക്കെ കാണാം, ഓർ യു ക്യാൻ യൂസ് സം ഓഫ് ദ അറബിക് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ കൈൻഡ് ഓഫ് തിങ്സ് ആർ ദേർ. ഓക്കെ, സോ English will
help you to English is the language of internet, so that it will enable you to connect with the world, to communicate with the people, and to know many things which are otherwise quite unknown to you, which appears in internet. Okay, ഇത് അതിനോടുകൂടെ ചേർത്ത് പറയാവുന്ന ഒരു കാര്യം പറഞ്ഞു മാത്രം. Okay, and as many of you have said, English quite naturally will help us to meet new people, visit new places, and all those things. Okay, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണ് ജീവിതത്തിൽ. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യനായിരിക്കാം ഒരു പക്ഷേ പിന്നീട് നമ്മുടെ ജീവിതത്തിനെ വലിയ തോതിൽ സ്വാധീനിക്കുകയോ വലിയ തോതിൽ നമ്മുടെ ജീവിതം മാറിത്തീരുകയോ ഒക്കെ ഇടയാവുന്നത്. ഓക്കെ, അയാളെ പരിചയപ്പെടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കാണാൻ നമ്മളെ സഹായിക്കുന്നത് ചിലപ്പോ ഇംഗ്ലീഷ് ഭാഷ, എല്ലായ്പ്പോഴും ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി മേ ബി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, ഇൻ സച്ച് എ കേസ് അഗെയിൻ അത് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു ടോക്കൺ, ഒരു എൻട്രി എന്നുള്ള തരത്തിലാണ്. അയാളെ പരിചയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ ഒരുപക്ഷെ ഇംഗ്ലീഷ് വലിയ മാറ്റം റോൾ വഹിച്ചു എന്ന് വരില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ ഇതോട് തന്നെ ചേർത്ത് പറയാവുന്ന ഒരു കാര്യമാണ്, it is a very important language that is used in the field of business and media. അപ്പം ഭാഷയുടെ അതിർവരമ്പുകൾ പലപ്പോഴും നമ്മുടെ പലതരത്തിലുള്ള കലാരൂപങ്ങൾക്ക് ഭേദിക്കാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള അതിർവരമ്പുകളെയും താണ്ടി നമ്മളുടെ കച്ചവടങ്ങൾ യാത്രയാവുന്നത് ഒക്കെ ഇംഗ്ലീഷ് ഭാഷ അതിൽ സഹായിക്കുന്നുണ്ട്. ഇറ്റ് പ്ലേസ് എ വെരി വെരി. ഇന്നലത്തെ പത്രത്തിൽ, ഏത് പത്രത്തിലാണ് ഞാൻ നോക്കുന്നത്, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. അപ്പൊ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിനടുത്തുള്ള ഒരു വീട്, ഒരു വലിയ 4 കെട്ട് വീട്, ആ വീട് അതേപോലെ നിങ്ങൾക്ക് ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മ്യൂസിയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ വീട് മാത്രമല്ല, ആ വീടിന് ചുറ്റുമുള്ള ചെറിയ ഇടവഴി പോലുള്ള സ്ഥലം, അതിന് ചുറ്റുമുള്ള ചായക്കട, ആ വീട്ടിന് മുന്നിലുള്ള തൊഴുത്ത്, ആ വീട്ടിന് മുൻപിലുള്ള പോലെയുള്ള ഏതാണ്ട് ഒരുവിധം എല്ലാ മരങ്ങൾ, ആ വീടും അത് നിൽക്കുന്ന തൊടിയും മുഴുവനായിട്ടും ജപ്പാനിൽ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. ഹൗ ദേ വർ ഏബിൾ ടു ഡു ദാറ്റ്? ജപ്പാനിലുള്ള ഒരു മ്യൂസിയത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദേ ഹാവ് ദ പ്രാക്ടീസ് ഓഫ് റീക്രിയേറ്റിംഗ് ദീസ് കൈൻഡ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് മോണ്യുമെന്റ്സ് ഫ്രം അക്രോസ് ദ ഗ്ലോബ്. ലോകത്തിലെ മറ്റ് പല രാജ്യങ്ങളിലുമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഇത്തരത്തിലുള്ള പഴക്കം ചെന്ന കാര്യങ്ങൾ പുനഃസൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട്. So once a Japanese scholar, as part of that, visited in India in 1980s, and he traveled across India and he came to Kerala. It was said that he visited more than 100 such places. 4 കെട്ട് എന്ന് പറയാവുന്ന നമ്മുടെ പഴയ കേരള ആർക്കിടെക്ചറിന്റെ രീതിയിലുള്ള കെട്ടിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നു. And he found this particular house in Mundur at Palakkad appears to be the ideal one. And by the time 1984, 86, 86 ഒക്കെ ആവുമ്പോഴേക്കും കപ്പലിൽ ജപ്പാനിലേക്ക് ഈ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ചെങ്കല്ലിലാണല്ലോ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുക, അതിനാവശ്യമായ മരം, ആ തൊടിയിൽ നിന്നുള്ള മണ്ണ്, ഇതെല്ലാം കൊണ്ടുപോവുകയും അതേപോലെ ആ വീടിനെ അവിടെ പുനഃസൃഷ്ടിക്കുകയും ചെയ്തു. See, it was English which helped in that context. ജാപ്പനീസ് ഭാഷ ഉപയോഗിച്ചിട്ട് ആ മനുഷ്യന് കേരളത്തിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കേരളത്തിലുള്ള ഒരാൾക്ക്, ഒരു ചെർപ്പുളശ്ശേരിക്കാരന് ജാപ്പനീസ് ഭാഷയിൽ അങ്ങോട്ടും സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. സോ ടു കണക്ട് വിത്ത് 2 different cultures, എ കൈൻഡ് ഓഫ് കൾച്ചറൽ എക്സ്ചേഞ്ച്. അതുകൊണ്ട് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് മാത്രമല്ല നടക്കുന്നത്, there was a kind of business that happened, there was a kind of what you can say, there was a kind of collaboration of people that happened. All these, an access to multiple culture, we would say, happened because of English. Okay, now ഇതൊക്കെ പൊതുവെ എല്ലാവർക്കും പറയാവുന്ന കാര്യങ്ങൾ തന്നെ, which all of you know. Okay, വെറുതെ അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. I'll give you, when teacher was introducing me,
It was said that I think it was very much. ഞാൻ സ്വദേശത്തും വിദേശത്തും ജോലി കിട്ടുക. I got an opportunity. ഞാൻ പിന്നെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ M.Ed പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന സമയത്താണ് back in 2007, all of a sudden, one rainy day, I came across an advertisement which came in Hindu newspaper, which helped me to get a job in a foreign university. Okay. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ആണ് എൻ്റെ വിഷയം എന്നുള്ളതുകൊണ്ട് ഇംഗ്ലീഷാണ് പഠിച്ചിരിക്കുന്നത്. ആ ഭാഷയാണ് ഞാൻ എൻ്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമല്ല എനിക്ക് ആ ജോലി കിട്ടിയത്. ആ ജോലിയുടെ പരസ്യം വന്നത് ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ്. ആ പത്രം വായിക്കാനിടയായി, ആ പത്രം വായിച്ചതിന് ശേഷം ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിടയായി. അവിടെ എൻ്റെ ഇംഗ്ലീഷ് ഭാഷയാണ് എന്നെ സഹായിച്ചത്. സോ ഇൻ ഓൾ സച്ച് കോണ്ടെക്സ്റ്റ് ഇറ്റ് വാസ് സംതിങ് which I consider a kind of a big opportunity that I got. എനിക്ക് കിട്ടിയ ഒരു വലിയ അവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. Okay. Because I got that opportunity when I was 25. 25 വയസ്സുള്ള സമയത്താണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു അവസരം കിട്ടിയത്. And I got a chance to work more than 4 years in university, in a foreign university, which was very good, highly paying and all those kind of things. Okay. And an experience. Okay. അതിനുശേഷം 32 വയസ്സുള്ളപ്പോഴാണ് ഞാൻ തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്നിട്ട് പിന്നീട് ഈ ജോലി ചെയ്തത്. അതിനുശേഷം I never got an opportunity to go out. Okay. So an opportunity will knock on your door, and if you have the right kind of language in your hand, certainly it will help you. It is not just only for those students who learn English language. It is for all. Okay. If you are learning history or economics or mathematics or zoology or botany or commerce or whatever it may be, keep this language as you have said, as a tool. Okay. ഒരു ഉപകരണമായിട്ട് ഈ ഭാഷയെ മനസ്സിൽ വെച്ചോളൂ. പക്ഷെ അവിടെ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ പറയുന്ന സമയത്ത് some of you have mentioned it. Is language a tool? ഭാഷ ഒരു ഉപകരണമാണോ? ഉപകരണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇപ്പോ നമ്മുടെ അടുക്കളയിലെ കത്തി അല്ലെ, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉപകരണമാണ്. ഓർ ഷാർപ്നർ, കട്ടർ നമ്മൾ പറയുന്നത്, പെൻസിൽ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം, അതൊരു ഉപകരണമാണ്. ഓർ കൈക്കോട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഉപകരണങ്ങളാണ്. പെൻ, പെൻസിൽ, ഓൾ ദീസ് ആർ വി യൂസിങ് ലാംഗ്വേജ് ഇൻ ദാറ്റ് മാനർ? അതേപോലെയാണോ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്? നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ ഒരു ഭാഷയെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക, അത് വേണ്ട സമയത്ത് നമ്മൾ എടുക്കുക, ഉപയോഗിക്കുക, അങ്ങനെയാണ് എന്നാണ് പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ പോലും അങ്ങനെയാണ്. ലാംഗ്വേജ് ഈസ് എ ടൂൾ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ആൻഡ് ലാംഗ്വേജ് ഹെൽപ്പ് us to communicate with us. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും അതൊരു ടൂൾ ആണ് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിട്ട് വരും. There is nothing wrong in using it as a tool, but that is not a tool. അത് ഒരു ഉപകരണമായിട്ട് അതിനെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഭാഷ ഒരിക്കലും ഒരു ഉപകരണം മാത്രമല്ല എന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ലാംഗ്വേജ്, വി ആർ നോട്ട് ആക്ച്വലി യൂസിങ് ടൂൾ. നമ്മൾ യഥാർത്ഥത്തിൽ ഭാഷ ഉപയോഗിക്കില്ല. പീപ്പിൾ, വെരി നോളജബിൾ പീപ്പിൾ, സ്കോളേഴ്സ് സേ ദാറ്റ് ആക്ച്വലി വി ലിവ് ഇൻ ലാംഗ്വേജ്. ഭാഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഭാഷ നമ്മുടെ ഉള്ളിലല്ല, നമ്മൾ തന്നെ ഭാഷയിലാണുള്ളത്. See, imagine if I am a person who don't know how to speak Malayalam, and if I don't know how to speak English also, I know only Punjabi, how will I be communicating with you? Okay. So in that sense, we may think that, okay, if I know English, that help me as a tool. Actually, it is not that. It is language which forms us. Okay. ഇപ്പൊ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു വീട്ടിലിരുന്ന് സംസാരിക്കുന്ന നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത്, ഇറ്റ് ഈസ് ത്രൂ മൈ ലാംഗ്വേജ്, ദ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് ദാറ്റ് യു യൂസ്. ഓക്കെ. വാട്ട് യു നോ മീ as of now, ഇപ്പൊ നിങ്ങൾ ഞാനായി എന്നെ അറിയുന്നത് എൻ്റെ ഭാഷയായിട്ടാണ്. ഓക്കെ. സോ ലാംഗ്വേജ് ഇൻ ദാറ്റ് സെൻസ് ഈസ് മച്ച് മോർ ദാൻ എ ടൂൾ. ലാംഗ്വേജ് ഒരു ഉപകരണം മാത്രമല്ല, അത് നമ്മൾ ആരാണെന്ന്, നമ്മളുടെ പ്രകൃതം എന്താണെന്ന്, നമ്മൾ പറയുക, നമ്മളുടെ
വ്യക്തിത്വം എന്താണെന്ന്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഒക്കെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ, എന്താണ്, ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെയോ ഒക്കെ നമ്മൾ. സോ വെൻ യു ലേൺ എ ലാംഗ്വേജ്, യു ആർ നോട്ട് ജസ്റ്റ് ഓൺലി ലേണിംഗ് എ ലാംഗ്വേജ്, യു ആർ ലേണിംഗ് എ കൾച്ചർ ഓൾസോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഭാഷ ഒരു ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമാണോ ആണോ എന്ന് ചോദിച്ചത്. ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമല്ല, ഇംഗ്ലീഷ് ഒരു മൂല്യബോധം കൂടെയാണ് എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. ഇംഗ്ലീഷിനൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് അത് കുറെ മൂല്യബോധങ്ങളെയും കൊണ്ടുവരും. My observation is that you may accept that language. You shouldn't accept all the value system which it brings. Okay, അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇമാജിൻ യു കം അക്രോസ് എ പേഴ്സൺ who is very fluent in English and can use English. At the same time, a person who cannot even say one single sentence in English, don't undermine and think that he is good for nothing. ഇംഗ്ലീഷ് അറിയില്ല എന്നതുകൊണ്ട് ഒരാളും ഏതെങ്കിലും തരത്തിൽ മോശക്കാരനാവുന്നു എന്ന് കരുതരുത്. ഓക്കെ, അതാണ് അത് കൊണ്ടുവരുന്ന മൂല്യബോധം എന്ന് പറയുന്നത്. ആ മൂല്യബോധത്തിന് നമ്മുടെ മനസ്സിലേക്ക് കയറ്റണമെന്നില്ല. ഇംഗ്ലീഷ് ഏതെങ്കിലും തരത്തിൽ, അതുകൊണ്ട് പറഞ്ഞത്, ഇറ്റ് ഡസന്റ് കൺസിഡർ ഇറ്റ് ആസ് എ കൈൻഡ് ഓഫ് സുപ്പീരിയർ ലാംഗ്വേജ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ്. അത് അറിയുന്നത് വലിയ എഡ്ജാണ്, അത് വലിയ ബെനിഫിറ്റ് ആണ്. കീപ് ഇറ്റ് വിത്ത് യു, ബട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് യു നോ ദാറ്റ് യു ആർ ഏതൊരു സിനിമയിലാണെന്ന് തോന്നുന്നില്ലേ, ഒരു ഭയങ്കര തമാശയുള്ള സിനിമയിൽ ദിലീപ് നവ്യ നായരൊക്കെ അഭിനയിച്ച ഒരു സിനിമയില് വില്ലന്റെ അടുത്ത് പിന്നെ പറയാൻ വേണ്ടി ഇംഗ്ലീഷ് ദാറ്റ് ക്യാരക്ടർ, ഓക്കെ ഞാൻ പറയാട്ടെ, അതാണ് പറഞ്ഞു വരുന്നത്. അതിന്റെ മൂല്യബോധം സ്വീകരിക്കേണ്ട എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കുന്നു ആ സിനിമയിലെ കഥാപാത്രം, സ്ത്രീ കഥാപാത്രം. ഓക്കെ, ആ പറയുന്ന സമയത്ത് വില്ലന്റെ കൂടെ നിൽക്കുന്ന ദിലീപിനോട് തിരിച്ച് ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ആ കഥാപാത്രം തിരിച്ചു പറയുന്നു. ഓക്കെ, സോ ആ ഒരു സാഹചര്യത്തിൽ lack of knowledge in English appears to be a kind of a shame. അതൊരു വലിയ അപമാനമായി മാറുന്ന, അല്ലെങ്കിൽ അതൊരു വലിയ ഒരു തെറ്റായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന്റെ മൂല്യബോധം? ഇതിന്റെ കാരണം ഇതാണ്. ഓക്കെ, ആക്സെപ്റ്റ് ദാറ്റ് ലാംഗ്വേജ് ബട്ട് ഡോണ്ട് ആക്സെപ്റ്റ് ദ വാല്യൂ സിസ്റ്റം വിച്ച് ഇറ്റ് ബ്രിങ്സ്. മീൻസ് കൈൻഡ് ഓഫ് ഇറ്റ്സ് എ സുപ്പീരിയർ ലാംഗ്വേജ്, അത് എല്ലാത്തിലും കേമപ്പെട്ട ഒരു ഭാഷയാണ്, ഇതറിയില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടോ മോശക്കാരനാണ്, ഇതിൽ നിങ്ങൾക്ക് വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതം ഒന്നാകെ പാഴായി പോയി എന്നൊന്നും കരുതേണ്ടതില്ല എന്നാണ് പറയുന്നത്. അത് അറിയുമെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ക്വൈറ്റ് ഫൈൻ. അത് അറിയുമെങ്കിൽ അത് വലിയ കാര്യം. ഓക്കെ, മറ്റു പല വലിയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ കാര്യം. ഓക്കെ, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് എന്നതിന്റെ അർത്ഥം ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നല്ല പറഞ്ഞു വരുന്നത്. രവിമാഷ്ക്ക് ഇത് കേട്ട ആകെ സംശയമായിട്ട് വരും ചിലപ്പോൾ. ഇംഗ്ലീഷിന്റെ പ്രാധാന്യം പറയാനാണ് ഇയാളെ വിളിച്ചിരിക്കുന്നത്, അവസാനം ഇംഗ്ലീഷ് പഠിക്കണ്ടെന്ന് കുട്ടികളടുത്ത് പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ഓക്കെ, we must learn this language. Not just only that we must learn this language, we must try to learn any other language. ഏത് ഭാഷയൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുമോ, try to learn all those languages. Okay, because it will help you. The knowledge in any language will help you, and certainly English also. തീർച്ചയായും ഇംഗ്ലീഷ് ഓൾസോ. ഓക്കെ, അതുകൊണ്ട് മറ്റു ഭാഷകളെക്കാൾ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഒരു കേമത്തരം ഉണ്ട് എന്ന് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഏതെങ്കിലും തരത്തിൽ കേമത്തരം ഉണ്ടെങ്കിൽ അത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ്. ഓക്കെ, which we have to accept. അത് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരും. സോ ലേൺ ദിസ് ലാംഗ്വേജ്. ആൻഡ് നൗ പീപ്പിൾ, അവസാന ഒരു ഭാഗമായിട്ട് പറയേണ്ട കാര്യമാണ്, പീപ്പിൾ ഓൾമോസ്റ്റ് ഓഫൻ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫോർ ദ ലാസ്റ്റ് മെനി ഇയേഴ്സ് ഐ ഹാവ് ബീൻ, കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ്, പക്ഷെ എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. ഓക്കെ, again I don't have any shortcuts to tell you how to learn English language. Okay, people say many things. Okay, which I can also do. Watch English movies, read English newspaper, I'll read a lot of English books. Okay, try to use English, and this is most important. If you want to use a language, try to use
that language. ഒരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങണം. Okay? Without any hesitation, without any kind of what you can say, a kind of a lack of confidence. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. Use that language and remember, whatever you are using it right. ഉപയോഗിക്കുന്നത് എന്തോ ആവട്ടെ, ഏത് രീതിയിലോ ആവട്ടെ, as far as your language is considered, it is fine. Because you are just only learning that language. നിങ്ങൾ അത് ഭാഷ പഠിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഇത്രയും വർഷം പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ അത്രയും വർഷമായിട്ട് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. When I commit a mistake in grammar, which is quite natural and possible, which can happen, but repeatedly and where I insist that is right, ഞാനൊരു തെറ്റായ പ്രയോഗം നടത്തുകയും അത് ശരിയാണ് എന്ന് ശഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് quite naturally people will point out it's that moshana, where I must feel shame. Okay, but a student of English, when using a language, if happens a mistake, or if there is a kind of what you can say, grammar problem or a pronunciation problem, don't worry about it at all. Okay, because you are learning that language. There will come a day where you will be a master in that language, where you will use that language effectively. That's very important, where you will use that language effectively, just like any other person. But the first thing is to use it. മനോഹരമായിട്ടുള്ള ഒരു ചൊല്ലുണ്ടല്ലോ, what is the thing that you can do to materialize your dream എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള ഒരു സ്വപ്നം നിങ്ങൾ കണ്ടു, അത് പ്രാവർത്തികമാക്കണം എന്ന് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ കാണുന്ന ഒരു സ്വപ്നം നമുക്ക് അതേപോലെ യഥാർത്ഥത്തിൽ ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? അനഘയോട് ഞാൻ നേരത്തെ എന്തോ ചോദിച്ചു. നമ്മളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. കേട്ടില്ല എനിക്ക് വ്യക്തമായിട്ട്. ഗോപിക പരിശ്രമം, ഹാർഡ് വർക്ക് ചെയ്യണം. വെരി ഗുഡ്. ഐഷ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയുന്നു. അൽത്താഫ് ഗുഡ്, ഹാർഡ് വർക്ക് ചെയ്യണം, വർക്ക് ഫോർ. ഓക്കെ, വെരി ഗുഡ്. അൽത്താഫ് എന്തോ പറയാം? ഹാർഡ് വർക്ക് ചെയ്യണം, പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണം, ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ അതിനേക്കാളും മുൻപ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേക്ക് അപ്പ് ഫ്രം ദാറ്റ് ഡ്രീം. ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരണം, ആ സ്വപ്നത്തിന്റെ പുറത്ത് കിടക്കണം. നിങ്ങൾ എപ്പോഴും ആ സ്വപ്നത്തെ തന്നെ നിൽക്കുകയാണെങ്കിൽ യു വിൽ നെവർ ഗോയിങ് ടു മെറ്റീരിയലൈസ് യുവർ ഡ്രീം. ഓക്കെ, കാരണം നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് ആ സ്വപ്നം കാണുന്നത് ശരി വേണ്ടത്ര കണ്ടു കഴിഞ്ഞാൽ അത് നിർത്തുകയും ആ സ്വപ്നത്തിന്റെ പുറത്ത് കിടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കം ഔട്ട് ഓഫ് യുവർ ഡ്രീം. ഓക്കെ, ആൻഡ് ദെൻ തിങ്ക് ഓഫ് ദ ഡ്രീം ആൻഡ് ആസ് യു സെഡ് ട്രൈ hard work, do the things which are required, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. So if you have the dream of mastering English, if you have that kind of a dream of being a very effective user of English language, be good in English language, okay, if that is a dream, the only thing I can tell is that come out of that dream and start working for it. അതിനു വേണ്ടി പ്രയത്നിക്കാൻ വേണ്ടി ആരംഭിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പോലോ കൊയിലോനൊക്കെ വായിക്കുന്ന ആൾക്കാർ, ദെൻ ദ വേൾഡ് ഈസ് വിത്ത് യു. ഓക്കെ, നിങ്ങൾ ഈ ലോകം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും നിങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി. ആ പ്രയത്നത്തിൽ ഈ ലോകം മുഴുവൻ ഉണ്ടാവും. ദ എൻറ്റയർ വേൾഡ് വിൽ സ്റ്റാൻഡ് വിത്ത് ദ യൂണിവേഴ്സൽ വിൽ സ്റ്റാൻഡ്. വെരി ഗുഡ് ആൻസർ. സ്റ്റോപ്പ് ഡ്രീമിംഗ് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്. ഓക്കെ, സോ all of you, I would say all of you who are living in this present age, it is good if you have that kind of a dream about being good in English. Okay, so start working for that dream. Okay, I don't know to what extent I have conveyed all those things which I would like to tell and to what extent it is useful. Okay, വെറുതെ വളരെ പൊതുവായ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. ഇത്ര നേരം
പല തിരക്കുകളും നിങ്ങൾക്കും ഉണ്ട് എന്നറിയാം. അതിനിടയിൽ അത് ക്ഷമയോട് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും താങ്ക് യു. And I thank IQAC of Government Pudut College and Hilmash, Sindhu teacher, respected principal, and all of you. And again, once again, thank you. ഹലോ ഉണ്ണികൃഷ്ണൻ സാർ. Please, sir. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്ത് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അവർക്ക് അതിൽ പ്രാഗൽഭ്യം നേടാൻ കഴിയുക എന്നുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് സാറ് സംസാരിച്ചത് കുട്ടികളെല്ലാവരും കേട്ടിരിക്കും. സാറിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം മുതൽ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇംഗ്ലീഷിൽ തന്നെ സാറിനോട് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഈ അവസരത്തിൽ. Yes, that's a good. Students, please. And it need not be a question. അത് ചോദ്യമാവണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. It can be even some kind of observation, even some kind of what you can say disagreement. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മുഴുവൻ സ്വീകരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ. If you have some kind of disagreement, different opinion, your observation, എന്തെങ്കിലും ആണെങ്കിൽ you can share. Okay. Yeah, they have started practicing it by typing thank you, sir. Okay, which is good. Okay. You can speak anything about the appearance of the Unnikrishnan sir. കുട്ടികൾ അങ്ങനെയാണല്ലോ, പറഞ്ഞു കേട്ടില്ലെങ്കിലും നമ്മുടെ അപ്പിയറൻസിനെ പറ്റിയെങ്കിലും അവർക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പൊ ഔപചാരികമായിട്ട് ഈ പരിപാടിയിലേക്ക് നന്ദി ആശംസിക്കുന്നതിനായി, നന്ദി പറയുന്നതിനായിട്ട് മലയാള വിഭാഗം അധ്യാപികയായിട്ടുള്ള ഫൗസിയ ടീച്ചറെ ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ KKTM കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ ക്ലാസിന്റെ 2ാമത്തെ ദിവസമായിരുന്നു ഇന്ന് ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചും ഭാഷയുടെ പ്രാധാന്യം, എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഉണ്ണികൃഷ്ണൻ സാറ് വളരെ നന്നായി തന്നെ ഈ വിഷയം കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇംഗ്ലീഷിനെ കുറിച്ചുള്ള സാധാരണയായി ഡിഗ്രി വിദ്യാർത്ഥികൾ വരുമ്പോൾ അവർക്ക് വളരെ ഭയമുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. ആ ഇംഗ്ലീഷിന് പക്ഷേ ഒരു ഡിഗ്രി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിലെ പേടി മാറാനും അതുപോലെ ഇംഗ്ലീഷിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചും സാർ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി. ഇംഗ്ലീഷിന്റെ മൂല്യബോധമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, അതുപോലെ ഭാഷ പഠിക്കുകയാണെങ്കിൽ അതിനെ ഉപയോഗിക്കുക എന്നതാണ് പ്രാധാന്യമുള്ളത്. അങ്ങനെ ഇംഗ്ലീഷിനെ കുറിച്ച് വളരെ രസകരമായും കുട്ടികളോട് സംവാദ രൂപത്തിലും സാറ് കമന്റ് ബോക്സിൽ വരുന്ന ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് അത് കുട്ടികളുമായിട്ട് നേരിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതല്ലാതെ നല്ല രീതിയിൽ തന്നെ സംവദിക്കാൻ സാറിന് സാധിച്ചു. എന്തായാലും IQAC-യുടെ പേരിലും ഈ ഒരു പരിപാടി വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിച്ച ഇതിന് വേണ്ടി ഞാൻ എന്തായാലും സാറിന് നന്ദി പറയുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അതുപോലെ IQAC ഭാരവാഹികൾ സിന്ധു ടീച്ചറും മറ്റു IQAC മെമ്പേഴ്സും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചാണ് ഇങ്ങനെ ഒരു പരിപാടി 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെയാണ് ഇത് അവതരിപ്പിച്ചത്. 2 ദിവസവും കുട്ടികളുടെ മനസ്സിൽ പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് കുട്ടികളെ നേരിട്ട് കാണാൻ പോലും പറ്റാത്ത ആ ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ നന്നായി സംവദിക്കാനും അവരുടെ ആശങ്കകളെല്ലാം മാറ്റാനും കഴിയുന്ന രീതിയിൽ ഈ ക്ലാസ്സുകൾ നന്നായി സംഘടിപ്പിച്ചു. ഇതിൽ പങ്കെടുത്ത മറ്റു അധ്യാപകർ അതുപോലെ കുട്ടികൾ എല്ലാ 1ാം വർഷ വിദ്യാർത്ഥികളും വളരെ സജീവമായി തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാവർക്കും IQAC-യുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ ഈ പരിപാടിയിൽ നന്ദി പറയുന്നു.
Thank you. Okay, thank you all. Student can now leave the program. Thank you. Thank you, sir. Unikrishna sir. Thank you, sir. Okay.